പ്രിയ ശ്രോതാക്കളെ, സ്പെയിനിന്റെ ചരിത്ര താളുകളിൽ പ്രശോഭിച്ചു നിൽക്കുന്ന ധീരവനിതയുടെ ഓർമ്മകളിലൂടെ ഒരു തീർത്ഥയാത്രയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അതെ, അധികാരികൾക്ക് മുമ്പിലെ പെൺസിംഹം. വിശാലമായ സ്പെയിൻ നഗരം, കുന്നുകളും മലകളും താഴ്വാരങ്ങളും മാമരങ്ങളും മലർവാടികളും സർവ്വതും നാടിനെ മനോഹരമാക്കുന്നു. സുന്ദരമായ പ്രകൃതി ഭംഗിയോടൊപ്പം ഇസ്ലാമിനെ പുൽകാനുള്ള മഹാഭാഗ്യം സ്പെയിനിൽ ലഭ്യമായി. സ്മരണകൾ ആ മണ്ണിൽ നിന്നും മറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ആത്മീയ ആരം മറഞ്ഞു സ്പെയിനിൻ മണ്ണിൽ നിന്നും അഹദോദനോട് അണഞ്ഞു മാമലർ നാട്ടിൽ നിന്നും ഈമാനിന്റെ പ്രഭാവം വെട്ടുന്നേ ആ നാട്ടിൽ നിന്ന് നാടിൽ താണ്ഡവനാടുന്നേ. ഓ സ്പെയിൻ, നിനക്കെന്ത് പറ്റി? ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഏറ്റില്ലായിരുന്നല്ലോ നീ. ഇന്ന് സ്പെയിൻ ക്രൈസ്തവരുടെ കരാളഹസ്തങ്ങളിൽ നെരിഞ്ഞാടുന്നു. പാവം മുസ്ലിം, അവർക്ക് അവരുടെ കുടിലുകളിൽ പോലും പാർക്കാനുള്ള അവകാശമില്ല. ക്രിസ്ത്യരുടെ ക്രൂര പീഡനങ്ങൾക്ക് മുമ്പിൽ മുസ്ലിം ജനത പൊറുതിമുട്ടുന്നു. ക്രൂരനായ ഫ്രഡിനാധിപത്യ സ്പെയിനിന്റെ ഗ്രാമങ്ങളിൽ മുറ്റുമൽക്കം സൃഷ്ടിക്കുന്നു. ഇലവിടെ ക്രൈസ്തവ ശക്തിയുടെ പടമാട്ടമാണ് കുതിക്കുന്നത്. ഓരോ മുസ്ലിം വീടുകളിലും പട്ടാളങ്ങളിൽ ഇറച്ചികർജി നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു. അതാ അങ്ങോട്ട് നോക്കൂ, ആ കൊച്ചുകുരിയിൽ മാത്രം ഒരു പെൺശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഇടയ്ക്കിടെ ഒരു പെഞ്ചു കുഞ്ഞിന്റെ കരച്ചിലും. ആരായിരിക്കും അവിടെ? ഒരു നമുക്ക് ചെന്ന് നോക്കാം. വീട്ടിൽ കയറി ചെല്ലുന്ന നിരനിരയത് മതവിടാണികൾ അണിയണി അത് പടവിടാണി വീഴ്ന്നത് കുമ്പുകളും മഹതി സൂഫിയാണി കൈകളിച്ചങ്ങല കൊടുമിക വട്ടുകൾ തട്ടുകളും തടമേറ്റമുറ്റമിൽ ചോട്ടമിട്ട് പടപൊരുതിടലായി പടപൊരുതിടലായി. അതോ അത് വീരമുറിച്ചുവരിച്ച ധീരജവാന്റെ സൂഫിയുടെ മകവിരാജത്തിന്റെ കൊടും കാറ്റുകൾ ആ കൊച്ചുകുരിയിലേക്ക് മടിച്ചു വീഴ്ച. ഇസ്ലാം പേരോ സൂഫിയ. അതുങ്ങിയ സ്ഥലത്തിൽ ആൾ പ്രതിപാദിച്ചു. ഈ ക്രൈസ്തവ രാജ്യത്തിന് നിനക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ നീ ഇസ്ലാം മതം ഉപേക്ഷിക്കേണ്ടി വരും. ഇല്ല, നിങ്ങളെ മതത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് ഇതുമില്ല. അതിനായി എന്ത് സഹിക്കേണ്ടി വന്നാലും അതെനിക്ക് പുമ്മനെയാണ്. ഇത് കേട്ട രാജാവ് പൊട്ടിത്തെറിച്ചു. ഇവൾ ഇത്ര ധിക്കാരോ? എന്നാൽ ഇവിടെ ശരിപ്പെടുത്തി തന്നെ കാര്യം. സൈന്യം വീണ്ടും ദ്രുതഗതിയിൽ കുതിക്കുകയാണ്. ഹൃദയത്തിൽ വിറക്കുന്ന പ്രകാശത്തിൽ വിറക്കുന്ന ചുണ്ടുകളിൽ സോഫിയ തേങ്ങി അതരം വിടുമ്പുന്നു സകലം വിറക്കുന്നു സകലം വിറച്ചുകൊണ്ട് റബ്ബിലലിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട പ്രഭു, ഞങ്ങൾ ആ പെൺപിശാചിനെ കൊണ്ട് തോറ്റു. പറയാ തടവുകളില്ല. എന്നിട്ടും അവൾ സമ്മതിച്ചു. അവളുടെ അഹങ്കാരത്തിന് മുമ്പിൽ ഞങ്ങൾ കൂടുതൽ ഇളമ്പില്ലേ. സൈനിക നേതാവ് രാജാവ് പൊട്ടിത്തെറിച്ചു. ഓഹോ, ആരവിടെ പിടിച്ചു കെട്ടവളെ? എന്റെ കരാളത്തിലെ ശിക്ഷകൾ അവളും ഒന്ന് രുചിക്കട്ടെ. സൈന്യം വീണ്ടും ഫ്രണ്ടിനാട്ടിൽ കുതിക്കുകയാണ്. നിർമ്മലയായ അമൃതാരങ്ങൾ കയ്യാം വിട്ടുകൊണ്ട് ജയിലിൽ അടക്കപ്പെട്ടതുപോലെ അവിടെ നിന്ന് വിതുമ്പുകയാണ്. എന്തായിരുന്നല്ലേ? ജയിലിന്റെ ഉള്ളിൽ നിന്നും ജഗനോടെ നിയതിയവർ തേടി പലരോടെ കൈകൾ കാട്ടി തേങ്ങി അവർ മതിയാവോളം സുജൂദിൽ വിങ്ങി. റഹ്മാനെ റബ്ബ് റബ്ബ് ഇരുലോകം വാഴ്ത്തിയ പോലെ റഹ്മാനെ റബ്ബ് റബ്ബ് ഇരുലോകം വാഴ്ത്തിയ പോലെ കൃപയാലെ മുന്നിനെ കാട്ടിയാണ് നീ നിത്യം ഞോറ് നിറച്ച് കിനാവുകളെ ജബലിവാലം കൊല്ലും ചൊല്ലും മഹിലു കാണല്ല ജല്ലജലാലെ നിന്റെ സവാബിൻ നിന്റെ ജവാബിൻ തുമയല്ലാ. എടി സൂഫിയ, ഇത് നിന്റെ അവസാന അവസരമാണ്. രണ്ടാലൊരു കാര്യം നിനക്ക് തീരുമാനിക്കാം. ഒന്നെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വരിക, അതുമല്ലെങ്കിൽ നിന്റെ ചോരപ്പൈതലിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുക. സൈനിക നേതാവിന്റെ ഉയർന്ന അട്ടഹാസത്തിന് മുമ്പിൽ സൂഫിയ തകർന്നു പോയി. ഇല്ല ക്രൂരന്മാരെ, നിങ്ങളെ മതത്തിലേക്ക് വരാൻ എനിക്ക് മനസ്സില്ല. അതിനായി എന്ത് ചെയ്യുന്നല്ലോ എന്നാണ് മതം കുമാരനാണ്. ഇത് കേട്ട രാജാവ് പൊട്ടിത്തെറിച്ചു. ആ മൈതാനത്ത് വലിയ തീകുണ്ടാരം തന്നെ ഒരുക്കി കഴിഞ്ഞു. ആരവിടെ പിടിച്ചു
മാതാവിന്റെ അതിനങ്ങൾ എന്തൊക്കെയോ എന്തായിരുന്നു അത്? കുഞ്ഞിക്കണ്ണ് രണ്ടും പൊടിയാവുകൾ കണ്ടുറങ്ങോ നീ മകനെ ജന്നാത്തുൽ ഫിർദൗസിൽ പാതി കളിക്കുന്ന ഉപ്പാന്റെ സവിധത്തിൽ നീ കരളെ ഉപ്പാന്റെ ഓർമ്മകൾ പിന്നെ നിറയുന്ന മണ്ണിന്റെ മണമല്ലോ നിൻവദനം ഉമ്മാന്റെ ജീവന്റെ ജീവനായി തുടിക്കുന്ന ഹൃദയത്തിൽ വനദാനം നിൻ വിനയം പൊന്നെ കരളെ, നിനക്ക് ജന്മം നൽകിയ ഈ ഉമ്മാന്റെ കരങ്ങൾ കൊണ്ട് തന്നെ നീ ഈ തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെടാൻ പോവുകയാണ്. പക്ഷെ നീ ഇന്ന് പോകുന്നത് ധീരനായി മരിച്ചുപോയ നിന്റെ വലിയ പിതാവിന്റെ അടുക്കലേക്കാണ്. ഉപ്പയോടെ സലാം പറഞ്ഞേക്കണേ. തടിച്ചു കൂടി നിന്നിരുന്ന ആ ആയിരങ്ങൾക്കിടയിൽ ആ മാതാവിന്റെ കണ്ടം ഇറങ്ങി, കണ്ണുകൾ നിറഞ്ഞു, ഹൃദയം പൊട്ടി. ആ പിഞ്ചുമോനെ താങ്ങിയാളുടെ ഒരു കൈകളും വീഞ്ഞുപോയി, കാലുകൾ പിറകോട്ടടിച്ചു. ആ ഉമ്മ തന്റെ പിഞ്ചുമോനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചുമച്ചു. മോനെ, നീ ധൈര്യമായി പുഞ്ചിരിക്കോ, അതാ അവിടെ സ്വർഗത്തിൽ നിന്റെ വലിയുപ്പ നിന്നെ മാറ്റി വിളിക്കുന്നു. ആ വാക്കുകൾ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തീണ്ടാരത്തിലേക്ക് വീണു. അവൾ സ്വബോധം ഇഷ്ടപ്പെട്ട് പിറകോട്ട് മറിഞ്ഞു. തെറ്റുകൾ കുറ്റങ്ങളെല്ലാം പൊരുത്തിനാൻ സദവേ വിറക്കുകയായി ആരിലും തേടുകയായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ചരിത്ര കഥാപ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. വാഹിദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.